ഹായ്, എൻ്റെ പേര് അഞ്ജലി. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ഓണം വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ലണ്ടനിലുള്ളൊരു കുട്ടി ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഇക്കൊല്ലം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇവിടെ ജെൻസി ടി വി ആയിട്ട് എന്തൊക്കെയോ മൽപ്പെടുത്താണ്. ജിൻസിയുടെ 55 ഇഞ്ചിന്റെ ടിവി ഉദ്ഘാടനമാണ് നമ്മുടെ ഓണം ഒരു ദിവസം മുന്നേ തന്നെ തുടങ്ങിട്ടോ. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സാരിയൊക്കെ എടുത്ത് സദ്യയൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് ഒരു കുട്ടി ആഘോഷം. ജിൻസി അനീറ്റയും പിന്നെ നമ്മുടെ എൽസ ചേച്ചിയും ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോ തന്നെ ജിൻസി അനീറ്റയും ഏകദേശം സദ്യയൊക്കെ റെഡി ആക്കിണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം എൽസ ചേച്ചിയും കൂടെ വന്നിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തു. കുറച്ച് നാളിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ഗേൾസ് ഓൺലി പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഞൊളപ്പും ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ അത്തപ്പൂക്കളം. നമ്മൾ പൂവോടെ കൊണ്ട് വെച്ചേക്കാണ്. പൂക്കളാക്കിയിട്ടൊന്നുമില്ല, പൂക്കോളമാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ അച്ചടി പിച്ചടി കുച്ചടി സാമ്പാറ് അവിയല് പപ്പടം എലിശ്ശേരി പുളിശ്ശേരി തോരൻ അച്ചാറ് കിച്ചാറ് നമുക്കിവിടെ ചോറോടെ ചോറ് സെറ്റാണ്. പിന്നെ എന്താണ് നമുക്ക് ഇവിടെ ജിൻസിയുടെ സ്പെഷ്യലായിട്ട് എന്താണ് പറയാനുള്ളത്? അനീറ്റയുടെ ഇതെങ്ങനെയാന്നറിയാവോ? വന്നോണം, വെച്ചോണം, കഴിച്ചോണം, വേണേ പൊക്കോണം, തിന്നോണം. നമ്മളിവിടെ കിച്ചടി പച്ചടി ഈ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പായസം ഉണ്ട്. പായസം കുറുക്കി പരിപാടി പാല് വീണ്ടും ചോദിക്കേണ്ടി വരും. ഇതെന്താ? എലിശ്ശേരി ഒന്ന് ചൂടാക്കാനുണ്ട് ഗൈസ്. എലിശ്ശേരി ചൂടാക്കാനുണ്ട്. പിന്നെ ജിൻസിയുടെ സ്പെഷ്യൽ ഉപ്പേരി ഞാൻ പറയണില്ല, ഇത് അവളുടെ സ്പെഷ്യൽ ഒരു ഡിഷാണ്. സദ്യയൊക്കെ ഏകദേശം ഒന്ന് സൈഡ് ആയതിനു ശേഷം നമ്മൾ സാരി എടുക്കാൻ തുടങ്ങി. വർഷത്തിൽ ഒരിക്കലും പൊടി തട്ടി എടുക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഇപ്പോഴും ഒരു ധാരണാത്ത സാധനമാണ് കേട്ടോ ഈ സാരിയിൽ ഗ്രൂമിംഗ് എന്നുള്ള കാര്യം. ഇങ്ങനെയായിരുന്നാ സെറ്റാണോ? ഇത് പിടിച്ചേ. നീ നിന്നെ നീ നോക്കിയടി ഇവിടെ സെറ്റാണോ? അപ്പൊ ഇവള് വേറെ മാറിയുണ്ട് കേട്ടോ. ഓക്കെ ചിമിക്ക് താല്പര്യമില്ല. ചിമിക്ക് കണ്ടില്ലേ ഓണം ബ്രോ? ഏത് മൂഡ് ഭക്ഷണം വന്നിട്ട് കഴിച്ചാൽ മതിയാ. അത് കുഴപ്പമില്ല, നീ അത് മാറ്റിയത് ഞാൻ വീണ്ടും വാലിട്ടരാം. അത് ബ്ലഷ്, ഇത് ബ്രഷ് വെച്ചോ. അത് ആ സ്റ്റേജ് ആകുമ്പോ അല്ലേ? ഒരുപാടായിട്ട് പോയിട്ടുണ്ട്. എല്ലാ സുന്ദരികളാലോ നമ്മളങ്ങനെ സാരി കൊടുത്ത് ഒരുങ്ങി. ചേച്ചിയുണ്ട്, ചേച്ചി മണിക്കൂറുകളുള്ള മേക്കപ്പ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണം. ഫോട്ടോ എന്താ എടുത്തിട്ടുണ്ട്. ഹാപ്പി ഓണം. എന്താ പറയാ, ആനപ്പട്ട നെറ്റിട്ട് ഇട്ടിട്ട് വേണ്ട. നമ്മള് പോവില്ല. എന്തുകൊണ്ട് വെച്ചത് നമ്മുടെ അല്ല. Oh man, this is religion. We shouldn't talk about this. ശവകുടീരത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഫുള്ള് നല്ല തുടക്കം. 2 തരുണി മുണികൾ. രക്ഷിയാന്ന് വിചാരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ. വേറെ രക്ഷി
അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പുറകിൽ തന്നെ ഒരു അടിപൊളി പുഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ സൈഡിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും എടുത്ത് ഡാൻസും കളിച്ച് പാട്ടും പാടി ആൾക്കാരൊക്കെ നോക്കണതായിരുന്നു കേട്ടോ. ഭയങ്കര കൗതുകം. അപ്പൊ കുറെ പേര് കോംപ്ലൈന്റ് ചെയ്തു നല്ല രസമാണെന്ന് പറയുന്നു, വീഡിയോ എടുക്കുന്നു, കുറെ പേര് നമ്മളോടൊന്ന് സംസാരിക്കുന്നു. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത്. എല്ലാരും അവിടെ നിൽക്കാം, അവിടേക്ക്. ഇവിടെ ശരിക്കും അഞ്ജലി അല്ല അവളവളുടെ ക്യാമറ ശരിയാക്കിയതല്ലേ, ക്യാമറ അതേതായാലും വൈബ്. അവിടെ നിൽക്കിട്ടാ, അവിടെ അടങ്ങി ഇതിനാണ്. കാരണം സാധാരണ രീതി നമ്മൾ ഓണത്തിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ അറ്റയർ ഇട്ടിട്ട് പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻസിന്റെ ഏരിയയിലായിരിക്കും. അപ്പൊ അവിടെ ഇത് ആർക്കും കൗതുകമൊന്നും ഉണ്ടാവില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു അഞ്ജലിസ് വ്ലോഗ്. സോ ഇതാണ് ജെൻസി അഞ്ജലിസ് വ്ലോഗ്. ഇതാണ് അഞ്ജലി and this is what's your name please? Yeah, Anita Joshi, right? Yeah. Hi guys, I'm Jinsi Parning on Walkies. You are seeing the Onam moods at the moment, okay? So ജിൻസി നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടാൻ പോവുകയാണ് ഗായ്സ്. ജിൻസി, നിന്റെ ഭാഗത്തുനിന്ന് ഒരു ഓണപ്പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഠിക്കാം. മുംബൈ കുറ്റാണ്ട് ഓക്കെ, നമുക്ക് അഞ്ജലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഓണപ്പാട്ട് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അഞ്ജലി ഇല്ല, ഓക്കെ. നമുക്കൊരു ചലഞ്ച്, നമ്മളൊരു ചലഞ്ചിലേക്ക് കിടക്കുകയാണ്. അനീറ്റയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഓണപ്പാട്ട് പ്രതീക്ഷിക്കുന്നു. അല്ല ടൈമില്ല പോകാൻ പറ്റുന്നല്ല, സമയത്തായില്ലേ പറ്റാനാ. ഓക്കെ, നമുക്ക് പാട്ട് പാടാം. റീലൊന്ന് കളിക്കും മക്കളെ ശരിക്ക്. ജിൻസി ചൂടിലാണ് ഗൈസ്. ജിൻസിക്ക് മതം ഇളക്കിയിരിക്കാണ് ഗൈസ്, ജിൻസിക്ക് മതം ഇളക്കിയിരിക്കാണ്. അരവിപ്പൊന്നാര്യം പോലെ ആകാശത്തും വിളി വന്നേ കടലിനു മേലെ മോഹപ്പൂക്കുരുവി പറന്നേ. വിശക്കണുണ്ട്, പോയാലോ? ചേച്ചി ഫോട്ടോ എടുത്താ? സിംഗിൾ ഫോട്ടോ എടുത്തു കൊടുത്തോടി ചേച്ചിക്ക്. ഇങ്ങനത്തെ കുറച്ച് ലോക്കൽസിന്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലണ്ടനിൽ തന്നെ വരണം. നമ്മുടെ ആൾക്കാരെക്കാട്ടി കൂടുതൽ ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോഴത്തേക്കിനും എന്തോ ആന നെറ്റിപ്പട്ടം ചുറ്റി വരുന്ന ഒരു ഫീൽ ആയിരിക്കും. അത് ഓണാടി ഓൾറെഡി അങ്ങട്ടല്ലാട്ടോ ഇങ്ങോട്ടോ തെറ്റി കളിക്കല്ലേ. അഞ്ജലി എടുത്ത് കളിക്കണം. റെഡിയാണ്. ഇതാണ് നമ്മുടെ സ്ഥലം ഇരുന്നേ. ഓക്കെ ആണല്ലേ. നിക്കാമോ? നിന്നോ? റെഡിയാണോ? റെഡി റെഡി. നിങ്ങൾ ഇങ്ങനെ കളിക്കണേ, എങ്ങനെ കളിക്കണേ? അപ്പൊ അടുത്ത് പിടിച്ചോട്ടോ. ഇല്ല, അത് കറക്റ്റ് ആയിട്ട് ഞാൻ കത്തേച്ചിട്ടുണ്ട്. അതരിച്ചിട്ട് ഒരാൾ ഇവിടെ നിക്കണം, ഞാൻ ഇവിടെ നിക്കും. മനസ്സിലായി? നിക്കാനിട്ട് ഞാൻ ഇവിടെ, ഒരാളവിടെ, ഒരാളിവിടെ. അല്ല, അഞ്ജലിയും കൂടി നീങ്ങി നിക്കണം നന്നായിട്ട്. അല്ല, അഞ്ജലി ബാക്കിലാ നിക്കുന്നത്. അത്ര ബാക്കിൽ നിക്കുന്നത്. ഇവിടെ നിക്കറാ, അത്ര ബാക്കിൽ നിക്കല്ലേ? ആ, പിന്നെ ഞാൻ നിക്കുമ്പോ അനിറ്റയുടെ ബാക്കില് കറക്റ്റ് ആണോ? അല്ല, അത് ഇവിടെ പറയണ്ടേ.
ഓക്കെ ഞാന് രണ്ടുപേരെ ബാക്കിൽ നിക്കാം. സെറ്റ് കറക്റ്റാണോ? ഇതൊക്കെയാണോടാ? ഞാൻ നിങ്ങൾ ഫസ്റ്റ് അതായത് ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ ആക്കിയ സ്റ്റാർട്ട് ചെയ്യണ മ്യൂസിക്കില് അത് കിട്ടിയതല്ലേ? ചേച്ചി ഇങ്ങനെ എന്റെ തുമ്പ് പിടിച്ചിട്ട് വിടാൻ പറ്റുമോ? നടന്നു. ഗൈസ്, അപ്പോൾ അങ്ങനത്തെ അവസാനം ആഫ്റ്റർ എൻ ടൈം ഓഫ് റിപ്പീറ്റിംഗ് ഉണ്ടെങ്കിൽ വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് വരും. അതെ, ഞങ്ങൾ ഭക്ഷണം വിശപ്പിന്റെ ആധിക്യം കാരണം ഇവിടെ കുറച്ച് പ്രായമായ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ മെയിൻ അത് കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് മൂടുണ്ടെങ്കിൽ എന്തായാലും വരും. ഇത് പായസമൊക്കെ കുടിച്ച് ഫുള്ള് വയറ് നിറഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ എന്താവും അറിയത്തില്ല. എവിടെ ജിൻസിയുടെ എന്നൊരു ഇംഗ്ലീഷുകാരൻ സൈറ്റ് അടിച്ചു. അതൊരു വിട്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്താണ് ജിൻസിക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ഐരാരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. This is Anjali's vlog. നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ജിൻസിന്റെ അല്ല ഇപ്പൊ കണ്ടത്. മലയാളി മങ്കി. നേരത്തെ ഒരു ഇംഗ്ലീഷ് മങ്കത്തി ആംഗലേയ കുരങ്ങായിരുന്നു നേരത്തെ. ഇപ്പൊ തനി മലയാളി കുരങ്ങ. ഇവളിടുന്ന വ്ലോഗൊക്കെ ഒന്ന് കാണാം. കൊല്ലി ഗൈസ്, എനിക്ക് ശക്തമായ ഭീഷണിയുണ്ട്. ജിൻസിയുടെ ശരിക്കുള്ള മുഖം പുറത്താക്കരുത്. സോ ഓണം സെലിബ്രേഷൻ മൂടൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോരാ കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ വെയിൽ പോകുന്നതിന് മുന്നേ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഓട്ടത്തില് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. അതുകൊണ്ട് അവിടെ കുറച്ച് ചാടി മറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പിന്റെ വിളി വന്നു. പിന്നെ നേരെ നമ്മൾ വിട്ടു സദ്യ കഴിക്കാനായിട്ട്. ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ നിന്നല്ലാതെ വാഴയിലൊരു ഫുഡ് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഭയങ്കര കെയറോട് കൂടി ഇലയൊക്കെ സെറ്റ് ഓരോന്നായിട്ട് വിളമ്പിയിട്ട് നന്നായി കഴിച്ചു. നമ്മൾ പായസം പാലട ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എല്ലാരെയും പോലെ തന്നെ നമ്മൾ കുടിച്ചിട്ട് അത്യാവശ്യം കിറങ്ങിപ്പോയിണ്ടായിരുന്നു. Oh man, the ultimate thing. നമ്മുടെ സെലിബ്രേഷൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേകളുണ്ട്. അവളുടെ ഒരു കേക്ക് കട്ടിയാലുണ്ട്. അനിറ്റയുടെ ബർത്ത്ഡേ കൂടെ നടന്നത്. അപ്പൊ അവളുടെ കേക്ക് കൂടെ കട്ട് ചെയ്ത് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. പിന്നെ ജസ്റ്റ് കൂടണം, ഇതാക്കണം. അപ്പം ഓണപരിപാടികൾ ഇനി ഉണ്ടാവും വിചാരിക്കണം. ഫസ്റ്റ് തുടക്കമായിട്ടുള്ളൂ. അപ്പൊ സീ യു അഗെയിൻ. പക്ഷെ നിങ്ങള് വരുന്നത് നോട്ട് ഓൺ ഗൈസ്. ഞാൻ മാത്രം ഓണായിട്ടുള്ളൂ.
ഞങ്ങളെ ഓണായിരുന്നു, ഞങ്ങളെ ഓഫാക്കി നീയാണ്. അല്ല വീഡിയോയില് നൈറ്റ് ഡ്രസ് ഇട്ടാണോ നോക്കിയാണ് ഞാൻ പറ്റത് അല്ല നിനക്കാണ് നോക്കിയാന്ന് ചോദിക്കണം. നീയോ ടേക്കിംഗ് ബ്ലോഗ് ഗുണ്ട് ഗുണ്ട് അവിടെ വെക്കിയ നമ്മളെല്ലാം പോവിത് ബലൂൺ പൊട്ടും ആ സമയത്ത് കറക്റ്റ് വീഡിയോ എടുക്കോ. ക്യാമറ ആക്കിയില്ലേ ഞാൻ അല്ല സ്മോക്കിംഗ് ശരിയാണോ? എന്നാണ് മെയ്യുണ്ടോ? നല്ല വീഡിയോ എടുക്കാം. അടിച്ചടിച്ച് പേരടിച്ചു. വീഡിയോ ആണോ? മാൾട്ടേന്നൊരു പാഴ്സൽ ഉണ്ട്. എന്തടി എന്താടി അതോ പൊത്തി പിടിക്കണേക്ക് ഇഷ്ടമില്ല? എനിക്കറിയില്ലേന്. That's why he said, yeah. So you can change if you want. എന്തേ? Hey. 7 correct. പിന്നെ നമ്മള് ഗേൾസ് അല്ലേ, രാത്രി ഫുള്ള് കഥയും പറഞ്ഞിരുന്ന് ഉറങ്ങാനൊക്കെ വെളുപ്പിനായി. അത് കഴിഞ്ഞ് നമ്മള് രാവിലെ എണീറ്റു തിരുവോണത്തിന്റെ അന്ന്. ശരിക്കും എണീറ്റ് കുളിച്ച് കൊറിയും തൊട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാഹചര്യം കാരണം അത് പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിട്ടു. എന്റെ കുറെ ഫ്രണ്ട്സിന് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർക്കൊന്നും ഓണം ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ അതിലൊരാൾ സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പം ആളുടെ ബ്രേക്ക് ടൈമിന് ആളെയും കൂട്ടിയിട്ട് നമ്മുടെ ആര്യ ഭവനിൽ പോയിട്ട് ഒരു സദ്യ കഴിച്ചു. നമ്മുടെ പ്രോപ്പർ മലയാളി സദ്യ ആയിരുന്നില്ല, ഒരു താളി സ്റ്റൈലായിരുന്നു. എന്നാൽ പോലും പായസമൊക്കെ ആയിട്ട് ഒരു ഫീലൊക്കെ കിട്ടിയേ. ഈ പെയിന്റിങ്ങിന്റെ ഒക്കെ വില ഉണ്ടല്ലോ, 3,60,000. ഓ വെറും 4 ലക്ഷത്തിന്റെ സാധനമാണത്.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ്, നമ്മുടെ ലണ്ടൻ ഫാമിലിയിലേക്കാട്ടോ. അപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ കാരണം സദ്യ കഴിക്കാൻ രാത്രിയായി പോയി. പക്ഷെ എന്റെ ലണ്ടനിലെ 3ാമത്തെ ഓണവും ഇവരുടെ കൂടെ കഴിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം കഴിഞ്ഞു. പക്ഷെ സെലിബ്രേഷൻസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്രയൊക്കെ ഇവിടെ സദ്യ കഴിച്ചാലും സാരി ഉടുത്തൊരുങ്ങിയാലും നാട്ടിലത്ര ആവില്ല എന്നറിയാം. നാട്ടിലെ ഓണവിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് നാട് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ പഴയ ഓണത്തിന്റെ മെമ്മറീസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും നന്നായി ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഇനി ഒരുപാട് ഓണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.